നോക്കൂ, സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു 200 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി v ആണ് എങ്കിൽ ഈ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ്. നോക്കൂ, 200 ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം നമ്മൾ നേരിട്ട് ആ ഇക്വേഷൻ അങ്ങെടുത്ത് എഴുതിയിരിക്കുകയാണ്. 200 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ സൈൻ 2θ ബൈ ജി. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. അടുത്തതായി ടൈം ഓഫ് ഫ്ലൈറ്റ് 5 സെക്കൻഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം 2v സൈൻ തീറ്റ ബൈ ജി അല്ലെങ്കിൽ 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് 5 ആണ്, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. നോക്കൂ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ബൈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അപ്പൊ അതിനു മുമ്പ് ഫസ്റ്റ് ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. നോക്കൂ, എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? 200 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു സൈൻ 2θയെ നിങ്ങൾക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം ഫ്രം ട്രിഗണോമെട്രിക് റിലേഷൻസ്. അപ്പൊ നോക്കൂ, അങ്ങനെ നമ്മൾ എഴുതി വി സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. നോക്കൂ, 5, അതായത് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഡിവൈഡിങ്, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ബൈ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടും? 200/5. നോക്കൂ, 200/5 LHSകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ RHSകളും എന്ത് ചെയ്യുന്നു? പരസ്പരം ഡിവൈഡ് ചെയ്യുന്നു. നോക്കൂ, ഇനി 200/5 എത്രയാണ്? 40 ആണ്. 40. അതുപോലെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ എന്താണ്? റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് ഡിവൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ വിയും ഈ ഒരു വിയും ക്യാൻസൽ ചെയ്യാം. ഒരു സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്യാം. ജിയും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് ആരാണ്? വി കോസ് തീറ്റയാണ്. അതെത്രയാണ്? 40 ആണ്. 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ത്? വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോറി, ഇവിടെ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഏതിന്റെ ഉത്തരം? 40 സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 46 ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. നോക്കൂ, ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. 45 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാളുണ്ട്, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ നിന്നും 2 മീറ്റർ മാറിയുള്ള ഒരു പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, കണ്ടീഷനുകൾ എന്തൊക്കെയാണ്? ഈ പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്ത് ഭിത്തിയുടെ മുകളിലെത്തി, അത് ജസ്റ്റ് ടച്ച് ചെയ്ത് പിന്നെ എന്താണ്? 4 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലാണ് ആ പാർട്ടിക്കിൾ ചെന്ന് വീണത്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? വാളിന്റെ ഹൈറ്റ് ആണ്, ഈ ഭിത്തിയുടെ ഹൈറ്റ് ആണ്, h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നോക്കൂ, ഇത് 2 മീറ്റർ, ഇത് 4 മീറ്റർ. പ്രൊജക്ട് ചെയ്ത് അതേ സ്പോട്ടിൽ, അതായത് ഗ്രൗണ്ടിന്റെ ലെവലിൽ എത്തുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് അപ്പോൾ എത്രയാണ്? ഇവിടെ 2 മീറ്റർ, ഇവിടെ 4 മീറ്റർ. അപ്പൊ മൊത്തം എത്ര? 6 മീറ്റർ ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ്. അതെത്രയാണ്? 6 മീറ്റർ ആണ്. അപ്പൊ നോക്കൂ, തീറ്റ 45 ഡിഗ്രി ആണല്ലേ. അപ്പൊ സൈൻ 2θ എന്ന് പറയുമ്പോൾ 2 × 45 90 ഡിഗ്രി. സൈൻ 90 1 ആണ്. അപ്പൊ നോക്കൂ, യു സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. ജി എത്രയാണ്? 10 ആണ്. അപ്പൊ നോക്കൂ, ഈ 10 ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും? 60 വരും. അപ്പൊ യു സ്ക്വയർ ഈക്വൽ ടു 60. അപ്പൊ യു ഈക്വൽ ടു എത്ര വരും? √60 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ പ്രൊജക്ടൈൽ എത്ര സമയം കൊണ്ട് ഈ ഹൈറ്റ് അറ്റൈൻ ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ എന്താണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള നമ്മുടെ ഈസിനെസ്. അപ്പൊ നോക്കൂ, അടുത്തതായി കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ഈ വാളിന്റെ ടോപ്പിലെത്താൻ, അതായത് ഈ ഭിത്തിയുടെ ടോപ്പിലെത്താൻ പ്രൊജക്ടൈൽ എടുത്ത സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ സമയം നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഈ സമയം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് തുടങ്ങി ഗ്രൗണ്ടിലെ അതേ ലെവലിലെത്താൻ, അതായത് ഈ ട്രാജക്ടറി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ എടുത്ത സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തതിന് ശേഷം ഈ ഭിത്തിയുടെ ടോപ്പിലെത്താൻ എടുത്ത സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ഭിത്തിയുടെ ഹൈറ്റ് കണ്ടെത്താനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കൂ, ടൈം ടേക്കൺ ബൈ ദി പ്രൊജക്ടൈൽ ടു റീച്ച് ദി ടോപ്പ് ഓഫ് ദി വാൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് നമുക്ക് കൊടുക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, പ്രൊജക്ടൈൽ ഹൊറിസോണ്ടൽ മോഷനിലാണ്. പ്രൊജക്ടൈലിന്റെ ഓരോ പോയിന്റിലും എന്തുണ്ട്? ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും ഉണ്ട്. നോക്കൂ, ഈ 2 മീറ്റർ കവർ ചെയ്താലേ പ്രൊജക്ടൈലിന് എന്തെത്തൂ? ഈ ഭിത്തിയുടെ അടുത്ത് ഇവിടെ എത്താൻ സാധിക്കൂ, ശരിയല്ലേ? അപ്പൊ നോക്കൂ, ബേസിക്കലി ഈ 2 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ആ കവർ ചെയ്യാനെടുത്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യു കോസ് തീറ്റയാണ്. കാര്യം എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കുക. അപ്പൊ ടി ഈക്വൽ ടു എത്ര വരും? 2 ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ എന്നാണ് വരുന്നത്. കോസ് തീറ്റയാണ് എന്ത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. നോക്കൂ, അത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. 2 ബൈ യു എത്രയാണ്? √60 ഇൻറ്റു കോസ് തീറ്റ എത്രയാണ്? കോസ് തീറ്റ കോസ് 45 1 ബൈ √2. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? ഇവിടെ ഈ 2ഉം ഈ 60യും പോയി. എന്താണ്? 2 ബൈ √30. 2 ബൈ √30 നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, പക്ഷേ 2 ബൈ √30 സെക്കൻഡ് എന്ന് എടുക്കുന്നതാണ് പ്രോബ്ലത്തിന് നല്ലത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി വാൾ. അതാണ് നമ്മുടെ പ്രോബ്ലം. ഹൈറ്റ് ഓഫ് ദി വാൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടൈൽ ഇൻ ടൈം ടി. അപ്പൊ നോക്കൂ, ഈ ടി സമയം കൊണ്ട് പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്ത ഹൈറ്റ് അല്ലേ ഇത്? ഈ ടി സമയം കൊണ്ട് പ്രൊജക്ടൈൽ ഈ ഹൈറ്റ് അറ്റൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഹൈറ്റ് ആണ്. ഹൈറ്റ് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലെ മെഷർമെന്റ് ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. എന്ത് ഇക്വേഷൻ ആണ്? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് ബേസിക് ഇക്വേഷൻ. ഇവിടെ എന്തുകൊണ്ടാണ് യു സൈൻ തീറ്റ എടുത്തത്? യു സൈൻ തീറ്റ ടി. കാര്യം എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നോക്കൂ, യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ ടി എന്നാൽ എന്താണ്? ഈ 2 മീറ്റർ കവർ ചെയ്യാൻ എടുത്ത സമയമാണ് ടി. അല്ലെങ്കിൽ ആ 2 മീറ്റർ കവർ ചെയ്യാൻ എടുത്ത സമയം കൊണ്ട് തന്നെ എന്താണ്? ഈ പ്രൊജക്ടൈൽ ഈ ഹൈറ്റ് കവർ ചെയ്യും. അതല്ലേ? നോക്കൂ, ഈ 2 മീറ്റർ കവർ ചെയ്യാനെടുത്ത, അതായത് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊണ്ട് ഈ 2 മീറ്റർ കവർ ചെയ്യാനെടുത്ത സമയം തന്നെയാണ് ഈ പ്രൊജക്ടൈൽ ഈ ഹൈറ്റ് അറ്റൈൻ ചെയ്യാനെടുത്ത സമയവും. നോക്കൂ, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കൂ, ഇനി നമുക്ക് എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എന്താണ്? യുവിന്റെ കിട്ടിയത് നമുക്ക് √60 ആണ് ഇൻറ്റു സൈൻ തീറ്റ സൈൻ 45 1 ബൈ √2 ഇൻറ്റു ടി എത്ര കിട്ടി? 2 ബൈ √30. അത് കൊടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഹാഫ് ഇൻറ്റു ജി 10 ആയിട്ട് എടുക്കുന്നു ഇൻറ്റു ടി സ്ക്വയർ ആണ് കേട്ടോ. ടി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ 4 ബൈ 30. 2 സ്ക്വയർ 4, √30യുടെ സ്ക്വയർ 30. ഇപ്പൊ 4 ബൈ 30. ഇത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് എത്ര കിട്ടും? 2 മൈനസ് 2 ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബൈ 3 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. അപ്പൊ നോക്കൂ, 46th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ബൈ 3 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 47ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ആൻ എയറോപ്ലെയിൻ ഈസ് മൂവിംഗ് വിത്ത് ഹൊറിസോണ്ടൽ വെലോസിറ്റി യു അറ്റ് എ സർട്ടൻ ഹൈറ്റ് എച്ച്. ദ വെലോസിറ്റി ഓഫ് എ പാക്കറ്റ് ഡ്രോപ്ഡ് ഫ്രം ഇറ്റ് ഓൺ ദി എർത്ത് സർഫസ് വിൽ ബി. അപ്പൊ നോക്കൂ, പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സ്പോട്ടാണിത്. ഇതെന്താണ്? ഇത് ഭൂമിയിൽ നിന്നും ഈ എച്ച് ഹൈറ്റ് എന്താണ്? മുകളിലാണ്. അതായത് എയറോപ്ലെയിൻ നിൽക്കുന്നത് എന്താണ്? എച്ച് ഹൈറ്റ് മുകളിലാണ്. ഭൂമിയിൽ നിന്ന് എച്ച് ഹൈറ്റ് മുകളിലാണ്. നോക്കൂ, ഈ പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന അവസരത്തിൽ ഈ പാക്കറ്റിന് എത്ര വെലോസിറ്റി, ഏതൊക്കെ വെലോസിറ്റികൾ ഉണ്ടാവും? നോക്കൂ, ആ പാക്കറ്റിന്റെ വെലോസിറ്റിക്ക് 2 കമ്പോണന്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ്?
ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എയറോപ്ലെയിനിന്റെ വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്? ആ പാക്കറ്റിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എയറോപ്ലെയിന്റെ വെലോസിറ്റിയായ യു തന്നെയാണ്. നോക്കൂ, വെർട്ടിക്കൽ കമ്പോണന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, പാക്കറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫ്രീ ഫാളിംഗ് ബോഡിയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കൈനമാറ്റിക് ഇക്വേഷൻ ഏതാണ്? v² = u² + 2gh ആണ്. അപ്പൊ നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി അവിടെ ഉണ്ട്. നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി, വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഫൈനൽ അതായത് ഈ കേസിലെ, അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഫ്രീ ഫാളിംഗ് ബോഡിയുടെ കേസിലെ കൈനമാറ്റിക് ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ u0 ആണ്. അതായത് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നല്ല, വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടുപിടിക്കുന്ന കേസിൽ ഉള്ള സ്റ്റെപ്പാണ് ഞാൻ ഈ പറയുന്നത്. വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടുപിടിക്കുന്ന കേസിൽ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇത് ഈ യു ആണെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്തുള്ള അസംഷൻ ആണ്. അപ്പൊ നോക്കൂ, ഈ വി എന്ത് പറയുന്നു? ഈ v² എന്താണ്? 2gh ആണ്. അപ്പോൾ v എന്ത് വരും? √2gh വരും. അപ്പൊ നോക്കൂ, നമ്മുടെ പാക്കറ്റിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? √2gh ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? യു ആണ്. നിങ്ങൾക്കറിയാം, രണ്ട് കമ്പോണന്റുകൾ ഉണ്ട് എങ്കിൽ റെക്ടാങ്കുലാർ കമ്പോണന്റുകളാണ് അവ. ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്ത് കിട്ടുന്ന കമ്പോണന്റുകളാണ് അവരുടെ റെക്ടാങ്കുലാർ കമ്പോണന്റ്. അപ്പോൾ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? v √u² + 2gh എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും? വെർട്ടിക്കൽ കമ്പോണന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യുവിന്റെ സ്ക്വയർ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യുവിന്റെ സ്ക്വയർ ആണ്. അത് അവിടെ കൊടുത്തു. ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സ്ക്വയർ. വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? vy ആണ്. നോക്കൂ, vy അല്ലെങ്കിൽ vb ആണ്. നോക്കൂ, അത് √2gh ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2gh എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, നമ്മുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √u² + 2gh ആണ്. അത് ഓപ്ഷൻ എ ആണ്. അപ്പൊ 47th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, √u² + 2gh. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51ലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 51 പറയുന്നത്? ഒരു പാർട്ടിക്കിളിനെ എന്താണ് ഒരു ഗിവൺ വെലോസിറ്റി കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റ് ആണ്. നോക്കൂ, ഒരു പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പ്രത്യേക ഡിസ്റ്റൻസ്, അതായത് ഒരു പ്രത്യേക ഹൊറിസോണ്ടൽ റേഞ്ച്, ഒരു നിശ്ചിത ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കൂ, ഇതാണ് സിംപ്ലി ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, തീർന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ രണ്ട് രീതികളിലൂടെ ഒറ്റ ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ഒരു നിശ്ചിത ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് രീതികളിലും ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അവരുടെ പ്രോഡക്റ്റ് എടുക്കുക. അത് താഴെ പറയുന്ന ഏത് ക്വാണ്ടിറ്റിക്കാണ് പ്രപ്പോർഷണൽ ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നോക്കുക, എന്താണ് രണ്ട് രീതിയിൽ ഒരേ ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ഒരു ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ, ഒരു നിശ്ചിത ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ. നോക്കൂ, നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. ആ രണ്ട് രീതി ഇതൊക്കെയാണ്. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിളുകളിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതായത് തീറ്റ എന്നുള്ള ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താലും 90 - തീറ്റ എന്നുള്ള ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താലും ആ പ്രൊജക്ഷന് ഒരേ ഹൊറിസോണ്ടൽ റേഞ്ച് ആയിരിക്കും. അതാണ് ഫാക്ട്. അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നോക്കൂ, നിങ്ങൾക്കറിയാം തീറ്റ എന്നുള്ള ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തത് എങ്കിൽ
ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. എന്നാൽ 90 മൈനസ് തീറ്റ ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിലോ ആറിന്റെ ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 90 മൈനസ് തീറ്റ ബൈ ജി. കാര്യം തീറ്റയ്ക്ക് വരെ 90 മൈനസ് തീറ്റയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. നോക്കൂ, ശ്രദ്ധിക്കൂ, ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നു. ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 90 മൈനസ് തീറ്റ ബൈ ജി എന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? യു സ്ക്വയർ സൈൻ, ഈ 2 അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 180 മൈനസ് 2 തീറ്റ, 2 ഇൻറ്റു 90 മൈനസ് 2 ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ നോക്കൂ, ഇത് എന്താണ് എന്ന് വെച്ചാൽ സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ 180 മൈനസ് 2 തീറ്റ എന്തായിരിക്കും? സൈൻ 2 തീറ്റ ആയിരിക്കും. നോക്കൂ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. നോക്കിക്കേ, ഇതേ ഇക്വേഷനാണ് എന്ത്? ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ രണ്ട് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഹൊറിസോണ്ടൽ റേഞ്ച് ഒരേ ഹൊറിസോണ്ടൽ റേഞ്ച് ആണെന്നുള്ള ഫാക്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോക്കൂ, ആദ്യത്തെ തീറ്റ എന്നുള്ള ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? 2u സൈൻ തീറ്റ ബൈ ജി. എന്നാൽ രണ്ടാമത്തെ കേസിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ അവിടുത്തെ T2 എന്താണ്? അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? 2u സൈൻ 90 മൈനസ് തീറ്റ ബൈ ജി. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഈ രണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. T1 2u സൈൻ തീറ്റ ബൈ ജി ഇൻറ്റു T2 2u സൈൻ 90 മൈനസ് തീറ്റ ബൈ ജി. നോക്കൂ, 2 ഇൻറ്റു, നിങ്ങൾ ഓരോ ഫാക്ടറിനായിട്ട് പുറത്തെടുക്കുക. ഈ 2 ഇവിടെ കിടക്കട്ടെ, ഇൻറ്റു യു സ്ക്വയർ എഴുതുന്നു. ഈ 2 ഇവിടെ ഇരിക്കട്ടെ. സൈൻ തീറ്റ ബാലൻസ് ഉള്ളത് എന്താണ്? സൈൻ 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? ജി ഇൻറ്റു ജി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കൂ, ഈ ജി സ്ക്വയറിനെ നമുക്ക്, അതായത് ജി ഇൻറ്റു ജി സ്ക്വയർ, ഈ സ്റ്റെപ്പ് എഴുതേണ്ട, കുഴപ്പമില്ല. നമുക്ക് എന്താണ്? ഈ ജി സ്ക്വയറിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ജി ഇൻറ്റു ജി എന്ന് വീണ്ടും ആക്കാം. അപ്പോൾ നോക്കൂ, എന്നിട്ട് ഈ 2ഉം ഈ ജിയും കൂടി മാറ്റി വെക്കുന്നു. ഇൻറ്റു ബാലൻസ് ഉള്ള എന്താണ്? യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ. ഇവിടെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ടേം എന്താവും? 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഒരു ബാലൻസ് ജിയും കൂടി. അപ്പൊ നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ ജി ഇൻറ്റു ഈ സംഭവം എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റയാണ് ഡിവൈഡഡ് ബൈ ജി. ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് സുപരിചിതമാണ്. എന്താണ് അത്? ആറിന്റെ ഫോർമുലയാണ്, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഫോർമുലയാണ്. നോക്കൂ, അപ്പൊ നമുക്ക് എഴുതാം. നോക്കൂ, T1 T2 നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ T1 T2 ഇസ് ഈക്വൽ ടു 2 ബൈ ജി ഇൻറ്റു ആർ. നോക്കൂ, 2 ബൈ ജി എന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നോക്കൂ, അപ്പൊ നമുക്ക് എഴുതാം T1 T2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ആർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് പോസിബിൾ വേസിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള ടൈം ഓഫ് ഫ്ലൈറ്റുകളുടെ പ്രോഡക്റ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അത്? നമ്മൾ ചെയ്തു വന്നപ്പോൾ ആറിന് പ്രൊപ്പോർഷണലായി. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 53ലേക്ക് കടക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബേസ് ബോൾ ത്രോ ചെയ്യുന്നു. ഇനിഷ്യൽ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ എന്താണ് പ്രൊജക്ഷൻ ആംഗിൾ എത്രയാണ്? ആംഗിൾ അബോവ് ദി ഹൊറിസോണ്ടൽ 30 ഡിഗ്രി ആണ്. ഹൗ ഫാർ ഫ്രം ദി ത്രോയിങ് പോയിന്റ് വിൽ ഇറ്റ് അറ്റൈൻ ഇറ്റ്സ് ഒറിജിനൽ ലെവൽ? നോക്കൂ, ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ലെവലിൽ എത്തുന്നത് വരെ സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പോൾ യു 100 ആണ്. 100 സ്ക്വയർ ബൈ 100 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു 30 സൈൻ 60 ഡിവൈഡഡ് ബൈ ജി 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സ്ക്വയർ ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 20. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഇ ആയിട്ട് കിട്ടുന്നു ഉത്തരം. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. നോക്കൂ, ഇനി നമുക്ക് നോക്കാം അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 55 ആണ്. 55 നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 55 വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 55 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 55 എന്താണ്? The coordinates of a moving particle at any time t are given by x is equal to ct square and y is equal to bt square. ഇത് വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പ്രിന്റഡ് നോട്ടിലെ ക്വസ്റ്റ്യൻ വായിച്ചാലും മതി, പോസ് ചെയ്തിട്ട്.
അപ്പോൾ നോക്കുക, ഒരു മൂവിങ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് ഒരു നിശ്ചിത സമയത്ത് ടി എന്നുള്ള ജനറൽ ടൈമിലെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്ന ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു സി ടി സ്ക്വയർ, വൈ ഇസ് ഈക്വൽ ടു ബി ടി സ്ക്വയർ. കാര്യം 2 ഡയമെൻഷണൽ മോഷൻ ആണ്, എക്സ് കമ്പോണന്റും ഉണ്ട് വൈ കമ്പോണന്റും ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ, സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു സി ടി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി, നോക്കൂ, ഡി എക്സ് ബൈ ഡി ടി എത്ര? സി ടി സ്ക്വയർ ആണ്. അപ്പോൾ എത്ര? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സി കോൺസ്റ്റന്റ് ആണ്, ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണ്. അപ്പോൾ എത്ര? 2ct. ഇതെന്തുകൊണ്ടാണ് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചത്? അത് നമുക്ക് എന്ത് തരുന്നു? എക്സ് കമ്പോണന്റ് തരുന്നു. എന്തിന്റെ? വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് അത് തരുന്നു. നോക്കൂ, അതേപോലെയാണ് y ഈക്വൽ ടു നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ബി ടി സ്ക്വയർ. അപ്പോൾ വെലോസിറ്റിയുടെ y കമ്പോണന്റ് എന്താണ്? ഡി വൈ ബൈ ഡി ടി ആണ്. അതെന്താണ്? 2bt ആണ്. എന്തുകൊണ്ടാണ്? ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2t, പിന്നെ കോൺസ്റ്റന്റ് ആയ ബിയും. അപ്പോൾ നോക്കൂ, ഇവിടെ 2ct, ഇവിടെ 2bt. നിങ്ങൾക്കറിയാം. അപ്പോൾ നോക്കൂ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ജനറലായി എങ്ങനെ എഴുതാം? വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് ഇൻറ്റു ഐ ക്യാപ്പ്, വൈ കമ്പോണന്റ് ഇൻറ്റു ജെ ക്യാപ്പ്. ഇനി നോക്കൂ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ആ റെക്ടാങ്കുലാർ കമ്പോണൻസിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ടുള്ള തിയറി പറഞ്ഞതാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ തിയറി അനുസരിച്ച് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എം എന്ന് സൂചിപ്പിക്കാം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് ഏത്? എക്സ് കമ്പോണന്റിന്റെ സ്ക്വയർ, അതായത് 2ct ദി ഹോൾ സ്ക്വയർ പ്ലസ് 2bt. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2bt ദി ഹോൾ സ്ക്വയർ. നോക്കൂ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും? ഇവിടെ 4c സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ ടി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ കോമൺ എടുക്കാം? 4 കോമൺ ആണ്, ടി സ്ക്വയറും കോമൺ ആണ്. അപ്പോൾ നോക്കൂ, ഈ 4ഉം ടി സ്ക്വയറും കോമൺ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് റൂട്ടിന് വെളി വരുമ്പോൾ എന്ത് വരും? അത് 2 ഇൻറ്റു ടി ആവും. കാര്യം റൂട്ടിനകത്ത് 4 ഇൻറ്റു ടി സ്ക്വയർ, വെളി വരുമ്പോൾ എന്താവും? റൂട്ട് എടുക്കുമ്പോൾ 2 ഇൻറ്റു ടി വരും. നോക്കൂ, 2 ഇൻറ്റു ടി ഇൻറ്റു റൂട്ട് ഓഫ്, ബാക്കി ആരുണ്ട് ഇതിനകത്ത്? സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആൻസർ എന്ത് വരും? 2t ഇൻറ്റു റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ.